ഞാൻ എങ്ങോട്ടാണ് നടന്നു പോകണമെന്നായിരിക്കുമല്ലേ ചിന്തിക്കണേ. ഇന്ന് ചിറ്റയുടെ വീട്ടിൽ കല്ലിടൽ ചടങ്ങായിരുന്നു വീടിൻ്റെ സ്ഥാനം കണ്ടിട്ട്. അപ്പോൾ അങ്ങോട്ട് പോകുമായിരുന്നു. രാവിലെ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ പോയി. 8:45 ആയപ്പോൾ അവിടെ എത്തി. ബസ്സിൽ കയറിയിട്ടാണ് എനിക്ക് ഛർദ്ദിക്കാൻ വന്നിട്ടും പോയി. അപ്പോൾ ഞാൻ ഒരു വിക്സ് മിഠായിയൊക്കെ തിന്നിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ അവിടെ ചെന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ടാണ്. അപ്പവും കടലക്കറിയൊക്കെ ആയിരുന്നു, നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ ടി വിയൊക്കെ കണ്ടിരുന്ന്. പിന്നെ അച്ചുവിൻ്റെ കൂടെ മറ്റേ ചെത്തിപ്പൂവും കാര്യങ്ങളൊക്കെ വാങ്ങാൻ, പ്ലേറ്റും ഗ്ലാസ്സൊക്കെ വാങ്ങാൻ വേണ്ടി കടയിലൊക്കെ പോയി. പിന്നെ അത് ഇവിടെ കല്ലൊക്കെ വന്നിട്ടുണ്ടായി. മറ്റേ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനെ കല്ലിടൽ ചടങ്ങൊന്നും. അങ്ങനെ പോയിട്ടൊന്നും കണ്ടിട്ടുമില്ല, പോയിട്ടുമില്ല ഞാൻ ഇങ്ങനെ. ഫസ്റ്റ് ടൈമായിരുന്നു. അപ്പോൾ ഈ മറ്റേ ചെങ്കല്ലും കാര്യങ്ങളൊക്കെ ഇടില്ല, അപ്പോൾ അത് ഇറക്കാൻ വേണ്ടിയൊക്കെ അങ്ങനെ ചെന്നായിരുന്നു. പിന്നെ ദേ ഇവിടെ എല്ലാവരും കൂടി വന്നിട്ട് സ്ഥാനം കാണാം. കുറേ നേരം ഒരു നിന്നിട്ട്, കാരണം ഒരു 12 മണിക്ക് ശേഷമായിരുന്നു മറ്റേ ഈ സമയത്തിൻ്റെ സ്ഥാനം കാണണം. കുറേ നേരം കഴിഞ്ഞിട്ട് ദേ കല്ലൊക്കെ ഇട്ടു. നല്ല പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ. എല്ലാവരും കസിൻസ് എല്ലാവരും വന്നിട്ടുണ്ടായി. അത് കഴിഞ്ഞിട്ട് എനിക്കിത് അവിടെ ഒരു കുഞ്ഞാവേനെ കിട്ടി. എനിക്ക് ഒത്തിരി ഇഷ്ടമായി വാവേനെ. എൻ്റെ അടുത്തൊക്കെ പെട്ടെന്ന് വന്നു. ഞാൻ വിചാരിച്ച് വരില്ല എന്നോർത്ത്. കാരണം നമ്മൾ എപ്പോഴും എടുക്കാത്ത ആൾക്കാരൊക്കെ വിളിച്ച് ചില പിള്ളേരൊന്നും വരില്ലല്ലോ. പക്ഷേ ഇയാൾക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇയാൾ എല്ലാവരോടും കമ്പനിയാണ്, അടിപൊളിയായിട്ടോ. കാരണം എല്ലാവരുടെ അടുത്തും ചെല്ലുന്നുണ്ട്. ആൾക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പിന്നെ അത് ഞങ്ങൾ ചോറൊക്കെ തിന്നതിന് നേരെ ഇറങ്ങി. പിന്നെ ഞങ്ങൾ ബോട്ട് കാത്ത് നിൽക്കുക, കാരണം അക്കരയൊക്കെ പോയിട്ട് ഒരു ആവശ്യം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ചെന്നപ്പോഴാണെങ്കിലോ ആളെ വിളിച്ചിട്ട് ആൾ ഫോൺ കൊടുത്തില്ല. പിന്നെ ഞങ്ങളോർത്ത് വേഗം വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച്. കുറേ നേരം കഴിഞ്ഞിട്ട് അവിടെ ബോട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയത്. അതാണെങ്കിൽ എന്താ പറയുക, അടിപൊളി ഇഷ്ടമായിട്ട് ഇങ്ങനെ ബോട്ടിലൊക്കെ പോകും. നമ്മളെപ്പോഴും പോകാറൊന്നുമില്ലല്ലോ. അത് കഴിഞ്ഞ് നേരെ ബസ്സിലൊക്കെ കയറി വീട്ടിലെത്തിയപ്പോൾ ആകെ ടയേർഡായി. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാനും അച്ഛനും കൂടി ഒന്ന് പുറത്ത് പോയി. എനിക്കൊരു ഹെൽമെറ്റൊക്കെ വാങ്ങണമായിരുന്നു. അപ്പോൾ ഞാനും അച്ഛനും കൂടി ഒന്ന് പുറത്തൊക്കെ പോയി ഹെൽമെറ്റൊക്കെ വാങ്ങി.